എന്തായാലും രേണു വിവാഹിതയാവുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അടുത്തൊരു ഇതുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പുതിയ കല്യാണമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ സത്യമാണോ അതാണെന്നൊന്നും അറിയില്ല. അതാണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഇത് റീൽസ് ആയിരുന്നു, ഇതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്താ പറയുക, രേണുവിനെ വെച്ചിട്ട് എല്ലാവരും ഒരു കോമാളിയാക്കുകയാണെന്നാണ് തോന്നുന്നത്. ഓരോ ഇതെടുത്ത് നോക്കുന്ന സമയത്ത് എന്ത് റീൽസ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ പുള്ളിക്കാരിയാണ് ഇപ്പോൾ സിനിമാ താരത്തെക്കാളും ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും തുറന്നു നോക്കി മൊത്തം രേണുസുതി. അത് സുധിയുടെ ലേബലിലാണ് ഇപ്പോഴും ഇതാവുന്നത്. സുധി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പലർക്കും ഇപ്പോഴും ദേഷ്യമാണ് പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇത് കാണുന്ന സമയത്ത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും തരം താഴ്ന്നത്, ഈ രേണു എന്തിനാണ് ഇത്രയും തരം താഴ്ന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കമൻറ്റുകൾ. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പേരാ കൊല്ലം സുധി എന്ന കലാകാരൻ എന്നതാണ് ഇവൾ പബ്ലിക്കിന് മുന്നിൽ പോയി കോമാളിത്തരം കാണിച്ച് നശിപ്പിക്കുന്നത് കഷ്ടം എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്: ആർക്കും നെഗറ്റീവ് കമൻറ്റ് ഇടാറില്ല ഞാൻ, ഒന്ന് ചോദിച്ചോട്ടെ, ഇത് കുറച്ച് ഓവറായി തോന്നുന്നില്ലേ എന്നൊരു കമൻറ്റ്. പിന്നെ വേറൊരു കമൻറ്റ്: കൊല്ലത്ത് വല്ലതും ആയിരുന്നു എങ്കിൽ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കുമായിരുന്നു, രണ്ടിൻ്റെയും അല്പമെങ്കിലും ഉളുപ്പുണ്ടോ, കഷ്ടം എന്ന് പറയുന്നുണ്ട്. എന്തോ വലിയ അഭിമാനം പോലെയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്, മരിച്ചുപോയ ആ പാവം മനുഷ്യൻ്റെ വില കളഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സാധനം, കഷ്ടം എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്: നിന്നെ സാമൂഹിക ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. വേറൊരു കമൻറ്റ്: ആഹാ തെറി പറഞ്ഞ ചേട്ടന്മാർ മാസാണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സുധിച്ചേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട് വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവനിൽ വിലയില്ലേ എങ്കിൽ ആ റോഡിലൂടെ പോകുന്ന ആളുകളുടെ ജീവന് വിലയുണ്ട്. ആ റോഡിലൂടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിന് വന്നതാണ് കേട്ടോ. ഇവിടെ കമലിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളെ മൈൻഡ് ചെയ്യേണ്ട, മൂവ് ഓൺ, കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന ഇവറ്റകൾക്ക് സന്തോഷമാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്: ഞാൻ കോമഡി ഷോ തുടങ്ങിയ കാലം മുതൽ ഞാൻ സുധിയേട്ടനെ കാണുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു, നല്ലൊരു കലാകാരൻ, അദ്ദേഹത്തിന് മൂത്ത മകൻ കിച്ചു ഒരുപാട് ഇഷ്ടം. പക്ഷേ സുധിയേട്ടൻ മരിച്ചുപോയി, രേണു ആ മനുഷ്യൻ്റെ പേര് കളയരുത് എന്ന് പറയുന്നുണ്ട്. ഈ ഊളകളെയൊക്കെ പിടിച്ച് കടലിൽ എറിയണം എന്ന് പറയുന്നുണ്ട്. കാറിൽ പോകുന്നവർ തല പുറത്തിട്ടാൽ കേസെടുക്കുന്ന നാടാ കേരളം. സോ തിരക്കുള്ള റോഡിൽ കിടന്ന് റീൽസ് ചെയ്ത് ഷോ കാണിക്കുന്നത് കുറ്റം തന്നെയാണ്. ഇന്ന് തന്നെ റിട്ടേൺ കംപ്ലയിൻറ്റ് ഞാനും ഫയൽ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഒരു നാണവും മാനവും ഇല്ലാതെ പോയല്ലോ എൻ്റെ ഭഗവാനെ, പാവം സുധിയേട്ടൻ, അദ്ദേഹം ഇത് വല്ലതും അറിയുന്നുണ്ടാവോ? അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഒരു പേരാണ് കൊല്ലം സുധി എന്നത്, അതും ഇല്ലാതാക്കി കൊണ്ടിരിക്കുക. അഭിനയിച്ചോ, സിനിമയിലോ ഷോർട്ട് ഫിലിമിലോ ഏതിൽ വേണമെങ്കിലും അഭിനയിച്ചോളൂ, കാരണം ജീവിത മാർഗമാണിത്. പക്ഷേ ഇത് വെറും തെമ്മാടിത്തരം എന്നല്ലാതെ വേറെ ഒരു പേര് പറയാൻ പറ്റില്ല എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് റോഡിൽ വെച്ചിട്ട് റീൽസ് ചെയ്തില്ല, അതിന് വന്ന കമൻറ്റുകളാണ് കേട്ടോ. ആ കമൻറ്റുകളൊക്കെ എന്തായാലും ഇതിൽ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആ ഒരു കുറച്ച് വീഡിയോകളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ശരിക്കും കല്യാണം കഴിച്ച രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് അവർ ഇനിയിപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുമായിരിക്കും. ഇത് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. മിസ് ചെയ്യാറുണ്ടോന്ന് ചോദിച്ചാൽ മരിച്ചു പോയിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ആ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ മിസ്സിങ്ങിനൊരു കാത്തിരിപ്പിനൊരു സുഖമുള്ള പോലെ ആ മിസ്സിങ്ങിനൊരു സുഖമുണ്ട് കേട്ടോ. ഇതിപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, ഒരിക്കലും തിരിച്ചു വരത്തില്ല. അപ്പം അത്രയുള്ള ആ ഒരു 5-6 വർഷത്തെ ആ ഒരു ബന്ധവും ആ ഒരു എന്താ പറയുക ഓർമ്മകളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് ആ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു മിസ്സിങ് ആണ്. അപ്പം എല്ലാവരെയും സംബന്ധിച്ച് നമ്മളെല്ലാം മരിക്കും, കാരണം ജനിച്ച ഒരിക്കൽ മരണമുണ്ട്. സോ അപ്പം ആ മരണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത മിസ്സിങ് തന്നെയാണത്. ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർക്കും ഭാര്യമാർ മരിച്ച ഭർത്താക്കന്മാർക്കും മനസ്സിലാകുന്ന ഒരു തരം മാത്രം മനസ്സിലാകുന്ന ഒരു മിസ്സിങ് ആണ്. ആ മിസ്സിങ്ങിന് സുഖമല്ല, ആ മിസ്സിങ്ങിന് വേദനയുള്ള മിസ്സിങ് ആണ്. അങ്ങനെയൊക്കെ തന്നെ ഇന്നും ഞാൻ പോയി ചെയ്യുന്നു, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാം ഓക്കെ ആവട്ടെടാ കേട്ടോ. ആണോ, എൻ്റെ DP ആണോ നല്ലത്? എൻ്റെ ഇഷ്ടം എൻ്റെ സുധിച്ചേട്ടൻ്റെ DP ഇടുന്നതാണ്. ഞാൻ അതിട്ടേ
അതിനി ഒരിക്കലും മാറ്റുന്ന പ്രശ്നമില്ല. ഞാനെങ്ങനെ അവസരം തരാനാ? ഇത് പക്കാ ലൈവ് ഇട്ടിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാമിലാണ് തോന്നുന്നത്. അപ്പോൾ അതിലുള്ള കമൻറ്റുകൾ വന്നതിന് ഉള്ള റിപ്ലൈ ആയിട്ട് കൊടുക്കുകയാണ്. വലിയ ജാടയിലാണ് ഇരിക്കുന്നത്. അഹങ്കാരം ലെവലേശം ഇല്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. 2 വർഷമായി. ജനിച്ച ഒരിക്കലും മരിക്കണം. ആ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ കൂടെ മരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സുധിച്ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ തന്നെ കഴിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എങ്കിലും കുറച്ചൊക്കെ ഒരു ഇതാവാം. മരിച്ച് 2 വർഷം ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള പേക്കൂത്തുകളൊക്കെ കാണിക്കുമ്പോൾ എന്തോ എത്രയോ ഇപ്പോൾ മണിച്ചേട്ടൻ്റെ വൈഫ് മണിച്ചേട്ടൻ മരിച്ചിട്ട് അവരുടെ വൈഫ് എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ എന്താണ് കൊച്ചിൻ ഹനീഫാൻ്റെ വൈഫ് എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരൊക്കെ അന്തസ്സോടുകൂടി തന്നെയാണ് ജീവിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അവർ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി മാത്രം എങ്ങനെയാണെങ്കിലും എന്ത് നെഗറ്റീവിലാണെങ്കിലും എങ്ങനെ ആണെങ്കിലും എനിക്ക് ഇതായാൽ മതി, എങ്ങനെയെങ്കിലും എനിക്ക് ഇതായാൽ മതി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എന്താണ് ഓരോ റീൽസും കാര്യങ്ങളും ഇതൊക്കെ ഇതാവുന്നത്. അല്ലാതെ നല്ല രീതിയിലല്ല പുള്ളിക്കാരിയുടെ പോക്ക്. കുറച്ചൊക്കെ ഒരു ആലോചിച്ചിട്ട് എൻ്റെ സുധിച്ചേട്ടനാണെന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നല്ല നല്ല റോളുകളും ചെയ്യാമല്ലോ. ഈ ഒരു തെറ്റായ രീതിയിൽ തന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. അതിനെതിരാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കമൻറ്റുകളൊന്നും നോക്കാറില്ല. എനിക്കത് വിഷയമല്ല, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ പോക്കും. ഇതൊക്കെ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എന്താണ് പബ്ലിക്കിന് മുമ്പിൽ എനിക്ക് ഇതായാൽ മതി, അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി. ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി, അല്ലാതെ ഇതിലൊന്നുമില്ല. എന്താ പറയുക, പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയില്ലേ, പെണ്ണൊരുമ്പെട്ട് കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകും. എന്താണ് അവരുടെ എന്താണ് അറ്റം കാണാൻ വരെ പോകും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ നേടണമെന്ന് വിചാരിച്ച അവളുമാർ ഏത് അറ്റം വരെയും പോകും. ഓരോരുത്തരുടെ ഓരോരോ ഇതാണ്. നമ്മൾ എന്ത് തലകുത്തി നിന്നിട്ടും കാര്യമില്ല. അത് കിട്ടണമെന്ന് ഉദ്ദേശിച്ച അവളുമാർ അത് കിട്ടുന്നത് വരെ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോകും. നമ്മൾ എന്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് നേടിക്കഴിഞ്ഞേ അവരവിടെ ഇതാകുള്ളൂ. അങ്ങനെയുള്ള വാശിയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അത് എനിക്കും അറിയുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവർക്ക് അതൊന്നും ഒരു ഇതല്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രം അവർ എന്താണ് കയറിപ്പറ്റും. അത് കഴിഞ്ഞ് കാര്യം നേടിക്കഴിഞ്ഞ് അവർ കറിവേപ്പിലയാക്കിയിട്ട് അവർ പോകും. അവർക്ക് അവരുടേതായിട്ടുള്ള ഇത് മാത്രം. നമ്മളെല്ലാവരും വേണമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ചില വിഭാഗം അങ്ങനെയല്ല. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയും അവരുടേതായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടും അവർ ഏത് അറ്റം വരെയും പോകും. അതുപോലെ തന്നെ ഒരാളുടെ മുമ്പിൽ നമ്മൾ ജയിക്കണമെന്ന് ഇതായി കഴിഞ്ഞാൽ അത് ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ചില ആളുകൾ. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ എന്താണ് രേണുവിൻ്റെയും എന്നാണ് എനിക്ക് പല വീഡിയോകളും പല ഇതും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് രേണുവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, ലൈറ്റിൻ്റെ ഇതിൻ്റെയൊക്കെയാണ് തന്നെ. അപ്പോൾ അതുപോലെ ഇവിടെ പിള്ളേരിൻ്റെ ബഹളവും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ട് ചോദിച്ചു എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ഡെയിലി വീഡിയോ ഇടാത്തത് കൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഇതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രേണുവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.